പാലക്കാട് കോൺഗ്രസിന്റെ മിന്നൽ നീക്കം ബി.ജെ.പിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് കയറി വന്ന സന്ദീപിനെ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി വിട്ട സ്നേഹത്തിന്റെ കടയിലേക്ക് സന്ദീപ് വാര്യരുടെ എത്തിയെന്നാണ് സന്ദീപ് വാര്യരുടെ ആദ്യ പ്രതികരണം. ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്ന് ബി.ജെ.പി വിശദീകരിക്കണമെന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി.ജെ.പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ. 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. UAPA ചുമത്തിയ കേസിൽ 17 പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി? എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോൾ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബി.ജെ.പിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല? അതിനിടെ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ വാനോളം പുകഴ്ത്തി മതേതര രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സന്ദീപ് പാലക്കാട് വേരോട്ടമുള്ള നേതാവാണെന്ന് KPCC പ്രസിഡന്റ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഇത് വളരെ വലിയ ഊർജ്ജമല്ലേ? ബി.ജെ.പിയിൽ നിന്ന് ഇത്രയും കാലം ഒരു ലൈഫ് ലോങ് ബി.ജെ.പിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ഒരു നേതാവ്, ഒരു കുറ്റവും പറയാനില്ലാത്തൊരു നേതാവ് പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആഹ്ലാദമല്ലേ? അദ്ദേഹം നമുക്കൊരു അനിവാര്യമായ ഘടകമായി മാറുകയല്ലേ? അദ്ദേഹത്തിന് പാലക്കാട് വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ്. നല്ല ബന്ധമുള്ള ആളുകളാണ്. നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് അനുകൂലമായ ട്രെൻഡിൽ പബ്ലിക്കും ഉണ്ട്, കൂടെയുണ്ട്. അതേസമയം ബി.ജെ.പി വിട്ട കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ ശിഖണ്ഡിയോട് ഉപമിച്ച ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ജയിക്കാമെന്ന ധാരണ വേണ്ട എന്നാണെന്നോ സുരേന്ദ്രന്റെ പരാമർശം. ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. ഞാനതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി.ഡി. സതീശൻ്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എൻ്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. സന്ദീപ് വാര്യർ പോയത് തീവ്ര ഹിന്ദുത്വയിൽ നിന്ന് മൃദു ഹിന്ദുത്വയിലേക്കാണ് എന്നായിരുന്നു CPIMന്റെ പ്രതികരണം. സന്ദീപ് ഇടതു നിലപാട് സ്വീകരിക്കാനായില്ലെന്നും പോയത് ബൂർഷ്വാ പാർട്ടിയിലേക്കാണ് എന്നും MV ഗോവിന്ദൻ ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. വർഗീയതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം വേണം എന്ന് പറയുന്ന ബി.ജെ.പിയിൽ നിന്നും കുതിരിച്ചാടി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അത്രയും നേട്ടം തന്നെയാണ്. എന്നാൽ എത്തിച്ചേർന്നത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒപ്പമാണ് എന്നുള്ള പരിമിതിയാണ്. ബി.ജെ.പി 3ാം സ്ഥാനത്താണ് ഇപ്പം തന്നെയുള്ളത്, 2ാം സ്ഥാനത്തൊന്നുമല്ല. അപ്പോൾ ബി.ജെ.പി അതിനേക്കാൾ കൂടുതൽ ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് സത്യം. കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തമ്മിലാണ് മത്സരം. ഞങ്ങൾ ആൾ മാറുന്നതിനെ പറ്റിയല്ല ഞാനിവിടെ ചർച്ച ചെയ്തത്. ഞാൻ നിലപാട് സംബന്ധിച്ചാണ്. ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കാൻ സരീൻ തയ്യാറായി മുന്നോട്ടേക്ക് വന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ നേട്ടമായിരിക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഉള്ളത്. പ്രസാദ്, എന്തായാലും CPIM ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതിനിടയിലായിരുന്നു CPIMലേക്ക് അല്ലാതെ നേരെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകാൻ വേണ്ടി സന്ദീപ് തീരുമാനിച്ചത്. നേരത്തെ സരിൻ എത്തിയപ്പോൾ സരിനും സമാനമായ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കലാപരിപാടി നമ്മൾ കണ്ടതുമാണ്. പക്ഷേ പാലക്കാട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കും, ബി.ജെ.പിക്ക് എന്തെല്ലാം കോട്ടങ്ങളുണ്ടാക്കും എന്നതിനോടൊപ്പം തന്നെ സാമുദായികമായിട്ടുള്ള കുറേ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയും രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടുത്തിരിയുന്നില്ലേ? തീർച്ചയായും ലാൽകൃഷ്ണ, കാരണം സന്ദീപ് വാര്യരുടെ ഈ വരവ്, കോൺഗ്രസിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക എന്നുള്ളതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അതിനു മുമ്പ് അവർ മുൻപെടുത്ത തീരുമാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ അതായത് പാർട്ടി സ്വീകരിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. മുൻപൊന്നും ഇന്നലെ രാത്രി വരെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സന്ദീപ് പറഞ്ഞിരുന്നില്ല. BJPയുമായി ഭിന്നതയുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു പുറത്തറിയാവുന്നൊരു കാര്യം. പിന്നീട് CPM ചർച്ച നടത്തിയിരുന്നു. പക്ഷേ
പക്ഷേ CPM ചർച്ച നടത്തുമ്പോഴും CPM നേതാക്കൾ പറഞ്ഞിരുന്നത് മുൻപെടുത്ത, കാരണം സ്വാഭാവികമായും സന്ദീപ് വാര്യർ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ, BJP വിട്ടു വരുമ്പോൾ സന്ദീപ് വാര്യർ മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് അത്തരം പ്രസ്താവനകളെയെല്ലാം തള്ളിപ്പറയേണ്ടതുണ്ട്, നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന നിലയായിരുന്നു CPIM സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ആ ഒരു വൈകൽ ഇതിലേക്ക് CPM-വുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പിന്നീട് ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ അതിനുശേഷം കോൺഗ്രസും സന്ദീപ് വാര്യരെ സമീപിച്ചിരുന്നു. കോൺഗ്രസ് സമീപിച്ചിരുന്ന സമയത്ത് KC വേണുഗോപാൽ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും സന്ദീപ് വാര്യരുടെ മറ്റ് നിലപാടുകളൊന്നും തന്നെ തള്ളിപ്പറയാതെ തന്നെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ വേദിയിൽ വെച്ചാണ് സന്ദീപ് വാര്യർ മുൻപെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റാണ് എന്ന് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ വരവും പോക്കും ഒന്നും തന്നെ പൊതുവെ സാധാരണഗതിയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിനകം സന്ദീപ് വാര്യർ എന്തെല്ലാം നിലപാടുകളാണ് മുൻപെടുത്തത്, അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹം എന്ത് നിലപാടെടുക്കുന്നു എന്നതെല്ലാം വലിയ ചർച്ചയാക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP-യിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിൽ BJP-യിൽ ഒരു വലിയ ഭിന്നത ഉള്ളത്, ഒന്ന് കെ സുരേന്ദ്രൻ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ ശിഖണ്ഡി എന്ന് വിളിച്ചെങ്കിൽ പോലും കെ സുരേന്ദ്രൻ ഇങ്ങനെ ഈ സന്ദീപ് വാര്യർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ പോലും സന്ദീപ് വാര്യരെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നൊരു വിമർശനം പാർട്ടിക്കകത്തുണ്ട്. കാരണം പാർട്ടി വിട്ടു പോകാനല്ല ആളുകളെ അതിൽ നിൽക്കേണ്ടത്, അവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം പറയുന്നത് സന്ദീപ് വാര്യർ ആദ്യം പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു, ഏതിലേക്ക് പോകണമെന്നത് സംബന്ധിച്ചൊന്നും പിന്നീട് അവരുടെ വിലപേശൽ നടത്തിയതിന് ശേഷം മതി എന്നുള്ള നിലപാടിലാണ് സന്ദീപ് വാര്യർ എടുത്ത്. അത് കൃത്യമായി BJP-ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ BJP സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. അതല്ലാതെ സന്ദീപ് വാര്യർ ഏതെങ്കിലും വിഷയത്തിൽ ഒരു വിയോജിപ്പ് പറയുകയും പിന്നാൽ ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാതിരുന്നതിൻ്റെ കാരണം സന്ദീപ് വാര്യർ BJP വിടാൻ തീരുമാനിച്ചിരുന്നു, മറ്റ് പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ളത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും BJP-ക്ക് വിവരം ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ പോയത് ഒരു വലിയ ചർച്ചയാണെങ്കിൽ പോലും അവർ ഇത്തരത്തിൽ സന്ദീപ് വാര്യർ നേരത്തെ തീരുമാനിച്ചു ഇരുന്നാണ് അവർ നേതൃത്വത്തോടും അവരുടെ അണികളോടും പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. CPM-നെ സംബന്ധിച്ചിടത്തോളം AK ബാലനെ പോലെയുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ സന്ദീപ് വാര്യരെ വാനോളം പുകഴ്ത്തിയത് നമ്മൾ കേട്ടതാണ്. സന്ദീപ് വാര്യർ മാന്യനായ വ്യക്തിത്വമുള്ളയാൾ എന്നെല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇതിൽ നിലപാട് തുറന്നു പറയുന്നതിന് മുമ്പേ CPM-ന്റെ ചില നേതാക്കൾ അമിതാവേശം കാണിച്ചു എന്നൊരു വിലയിരുത്തൽ CPM-നകത്തുണ്ട്. ഇപ്പോൾ അതിൽ വലിയ ജാളിതയായി മാറുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്ന സമയത്ത് തന്നെ പല നേതാക്കളും പ്രതികരിക്കാൻ മടിക്കുകയാണ്. കാരണം അവർ സ്വാഭാവികമായും അവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ആളുകൾ മറന്നിട്ടില്ല. കാരണം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന അഭിപ്രായങ്ങളാണ് നമ്മളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരുന്നതും. അപ്പോൾ കോൺഗ്രസിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ നേരത്തെ വലിയ തോതിൽ വാനോളം പുകഴ്ത്തിയിട്ടുള്ള CPM നേതാക്കൾ തൽക്കാലം മൗനം പാലിച്ചിരിക്കുന്നത് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രതികരിച്ചത് ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി MP രാജേഷ് അയ്യറയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. AK ബാലനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയുമാണ്. കോൺഗ്രസിനകത്ത് ഇതിൽ ഒരു വലിയ വിഭാഗം ഈ ഒരു നീക്കം വളരെ രഹസ്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. പലരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് പോലും ഒരുപക്ഷെ ഇന്ന് രാവിലെയാണോ അറിഞ്ഞതെന്ന് നമ്മൾ സംശയിക്കുന്നു. ഉറപ്പായും KPCC പ്രസിഡന്റിൻ്റെ അനുമതിയില്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്നറിയാം. പക്ഷേ ഇത്തരം പ്രാഥമികമായ ചർച്ചകളെല്ലാം തന്നെ നടത്തി ഒരു ധാരണയിലെത്തിയതിന് ശേഷമാണ് KPCC പ്രസിഡന്റിനെ അറിയിച്ചത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യർ ഇത്രയും പെട്ടെന്ന് ഇതിലേക്ക് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് പാലക്കാട് പോലെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ എത്രയും പെട്ടെന്ന് ഒരു മുൻ നിലപാടുകളെ പാർട്ടിയിലേക്ക് ചേരുന്നതിന് മുമ്പ് തള്ളിപ്പറയാതെ സന്ദീപ് വാര്യർ സ്വീകരിച്ചത് ശരിയായിരുന്നോ എന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. മുരളീധരനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ അത് പ്രധാനപ്പെട്ട കോൺഗ്രസിനകത്തൊരു ചർച്ച വരുന്നുണ്ട്. മറ്റൊന്ന് മുസ്ലിം ലീഗിലും ഇതിൽ വലിയ തോതിൽ ഒരു ആശങ്ക വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് ഘടകകക്ഷികളും പാർട്ടിക്കകത്തും ചില രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് കോൺഗ്രസ് അവസാന മണിക്കൂറുകളിൽ, അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള അവസാന ദിവസങ്ങളിൽ അവസാന ലാപ്പിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.